നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോങ് ടൈമിലേക്ക് നമുക്ക് അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് നമുക്ക് ഒരു SIP എന്ന രീതിയിൽ സമീപിക്കാൻ പറ്റുന്ന ഏതാനും സ്റ്റോക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്കാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. ഇപ്പോൾ കറൻലി മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ടിൽ തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് ലഭിക്കുന്നത്. ഏകദേശം 1650 ഹൈ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്കാണ്. ഇപ്പോൾ 1439 ലഭിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കുകയാണെങ്കിൽ ആ ഒരു ട്രെൻഡ് ലൈനിൽ മന്ത്ലി ട്രെൻഡ് ലൈനാണ്, വലിയ ടൈം ഫ്രെയിമിൻ്റെ ട്രെൻഡ് ലൈനാണ്. ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരുപക്ഷെ ഈ ഒരു റീജിയനിൽ സപ്പോർട്ട് എടുത്ത് മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു ഷോർട്ട് ടൈമിലാണെങ്കിലും ഒരു 15% പ്രോഫിറ്റ് ഈ ഒരു ഹൈയിൽ വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു റീജിയനിൽ നിന്ന് നമുക്ക് എൻട്രി എടുത്ത് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പം ഒരു വാല്യൂ ഉള്ള ഒരു അസറ്റ് നിഫ്റ്റി 50 ഒരു കമ്പനി ഒരു നല്ല വാല്യുവേഷനിൽ നമ്മൾ എൻട്രി എടുക്കുന്നു. ഒരുപക്ഷെ ഇത് താഴോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്കത് മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള എൻ്റെയർ ആയിട്ടുള്ള ഒരു കോഴ്സ് നമുക്ക് വാട്സപ്പ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അവിടെ പോയി ക്ലിക്ക് ചെയ്ത് ഇത് എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെയാണ് ഈ സ്റ്റോക്കുകൾ കണ്ടെത്തുന്നത് എന്നുള്ള എൻ്റെയർ കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ നമ്മുടെ സ്റ്റോക്കാണ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ്. ഇതും നിഫ്റ്റി 50 സ്റ്റോക്ക് തന്നെയാണ്. മന്ത്ലി ടൈം ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു വലിയ ചാർട്ടിൽ ഈ ഒരു റീജിയണിൽ കൺസോൾട്ടേഷന് ശേഷം ബ്രേക്ക്ഔട്ട് തന്നു, വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മൂവ് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഈ ഒരു റീജിയണിൽ കൺസോൾട്ടേഷന് ശേഷം അടുത്ത മൂവ്മെൻറ്റ് കിട്ടിയേക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും നമുക്കൊരു നല്ല ഡിപ്പിലാണ് കിട്ടുന്നത്. അപ്പം ഇവിടെയും നമുക്കൊരു ട്രെൻഡ് ലൈൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് 1 2 മൂന്നാമത്തെ തവണ ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു റീജിയണിൽ നമുക്കൊരു നല്ല എൻട്രി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഒരു സ്റ്റോക്കും 1250 ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പം 1089 റീജിയനിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു വാല്യുവേഷൻ, അതായത് ഇവിടെ ഒരു 15% ഡിപ്പുണ്ട്. ഇത് ഒരു ഷോർട്ട് ടൈമിലാണ് നമുക്ക് ഇവിടെ നിന്ന് ഈ മുകളിലേക്കുള്ള ടാർഗറ്റ് തരുന്നതെങ്കിൽ 15% എടുത്ത് വേണമെങ്കിൽ എക്സിറ്റ് ആകാം. അതല്ലെങ്കിൽ നമുക്ക് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാം. അതല്ല ഇത് ബ്രേക്ക് ഡൗൺ തന്ന് വരുവാണെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യണം അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഒരു SIP എന്ന രീതിയിൽ ഈ ഒരു രണ്ട് സ്റ്റോക്കുകളിലും മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന സമയത്തും നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, ഒരു വാല്യുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ കൂടുതൽ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.